കളയരുത്. നിങ്ങൾ ആരാധിക്കുന്ന ആരാധനാലയത്തിൽ നിന്ന് നിങ്ങളെ വേറെ ആരും അടിച്ചു മാറ്റിക്കൊണ്ട് പോകരുത്. തുറന്നു പറയുക, കൺവെൻഷന് പല സഭകളിൽ നിന്നുള്ളവർ ഇവിടെ ഉണ്ട്. നിങ്ങളെ ദൈവം നട്ടിരിക്കുന്ന പ്രാദേശിക സഭയെ നിൽക്കണം. നിങ്ങളുടെ പാസ്റ്റർ ആരാ? ഞങ്ങളുടെ പാസ്റ്റർ ഇന്നാരാ? അതിലും മിടുക്കരാ ഞങ്ങളുടെ പാസ്റ്റർ. ഒരു പ്രാവശ്യം ഞങ്ങളുടെ സഭയിലോട്ടൊന്ന് വന്ന് നോക്കിക്ക്, പിന്നെ നിങ്ങൾ അവിടെ നിന്ന് പോകത്തില്ല. ഇങ്ങനെ റാഞ്ചിക്കൊണ്ട് പോകാൻ ആളുകളുണ്ടാവും. നിന്നെ ദൈവം നട്ടതൊരു തടത്തിൽ അവിടെ നിൽക്കണം. ഇതുപോലെ കൺവെൻഷനോ ക്രൂസൈഡോ ഒക്കെ വരുമ്പം, യൂത്ത് ക്യാമ്പൊക്കെ വരുമ്പോൾ കയറി കൂടിക്കോ, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് ഐക്യമത്യപ്പെടണം. പക്ഷേ മാതൃസഭ മറക്കരുത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ മറക്കരുത്. അവരോട് കൂറ് ഉണ്ടാകണം. ചിലർ സഭയിൽ നിൽക്കുന്ന മത്തവള്ളി നിൽക്കുന്ന പോലെ മൂടൊരിടത്തും പോയി കായ്ക്കുന്ന വേറെടുത്തുവാ. മത്തേന്നൊക്കെ പറഞ്ഞാൽ അറിയാമോ? കുമ്പളങ്ങ. അപ്പുറത്തെ ശശിചേട്ടൻ്റെ പറങ്കമാവെ കയറിയ കുമ്പളം കായ്ച്ചു കിടക്കുന്ന. കുമ്പളത്തിൻ്റെ മൂട് എവിടെയാണെന്നറിയാമോ? എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ സ്ഥലസഭ പാസ്റ്റർ, നന്മകളെല്ലാം കൊണ്ട് ഷെയർ ചെയ്യാൻ അടുത്ത വേറെ കൂട്ടായ്മ. ഇതൊക്കെ തുറന്നു പറയാൻ ഒരാൾ വേണമല്ലോ. ഇപ്പം തീരുമാനിച്ചു അടുത്ത പ്രാവശ്യം ഈ പുള്ളിയെ വിളിക്കുന്നില്ലെന്ന്. പ്രസംഗം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ പുള്ളിയെ വിളിച്ചൊരു യോഗം നടത്തണമെന്നൊക്കെ ആഗ്രഹിച്ച് തീരുമാനവും പ്രതിഷ്ഠയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റി. എന്നാലും വേണ്ടിയല്ല, പറയാനുള്ളത് പറയുക. കാരണം റിവൈവൽ വേണം നമുക്ക്. എന്തോ വേണം? നിൽക്കുന്ന സഭയോടും ആ സഭയുടെ ശുശ്രൂഷകനോട് കൂറില്ലാത്ത ഒരാൾക്ക് എന്തോ റിവൈവലാന്ന് പറ. കഴിഞ്ഞ ആഴ്ച എവിടെ? കഴിഞ്ഞ ആഴ്ച IPC ഇല്ലായിരുന്നു. ഈ ആഴ്ച അസംബ്ലീസ് കൂടില്ല. അടുത്ത ആഴ്ച നേരം വെളുത്ത് വരുന്നതല്ലേ, തീരുമാനിക്കാം. എങ്ങ് സ്ഥിരതയില്ല, ഓട്ടമാണ്. അതുകൊണ്ട് ഓർത്തോണം, ആരും നിന്നെ കവർന്നു കളയരുത്. ചില പുള്ളികളുണ്ട്, നിങ്ങളുടെ ആരാധന കഴിയുമ്പോൾ എന്തോ ഉണ്ട്, ആരാധന കഴിയുമ്പോൾ എന്തോ ഉണ്ട്, 3 അല്ലേലിയ ഉണ്ട്. അല്ല, കഴിക്കാനൊന്നുമില്ല, ഞങ്ങൾ വീട്ടിൽ പോയി. എൻ്റെ ദൈവമേ, ഈ കാലത്ത് അങ്ങനെ വല്ലതും ഉണ്ടോ? ഞങ്ങളുടെ ആരാധന കഴിഞ്ഞ ആഴ്ചയിൽ ഫ്രൈഡ് റൈസ് ആയിരുന്നു. ആരാധന കഴിഞ്ഞ ഉടനെ അതിൻ്റെ അങ്ങേ ആഴ്ചയിൽ കുഴിമന്തി ആയിരുന്നു. ഈ ആഴ്ച പിള്ളേരെല്ലാം കൂടെ പറഞ്ഞിരിക്കുക അൽഫാൻ വേണമെന്ന്. അങ്ങനെ പറഞ്ഞിരിക്കുക, സെറ്റ് ചെയ്തിരിക്കുക. ആണോ? എല്ലാ ആഴ്ചയിലും ഉണ്ട്. പിന്നെ എല്ലാ ആഴ്ചയിലും ഉണ്ട്. അപ്പോൾ പിന്നെ നേരെ ഒരു താല്പര്യം തോന്നും. എങ്ങോട്ട്? നമ്മുടെ സഭ കഞ്ഞി പോലും ഇല്ല. അപ്പോൾ പിന്നെ അൽഫാൻ ഉള്ളിടത്തോട്ട് എന്തോ ചെയ്യും? വേറൊരു പുള്ളി വരിക, നിങ്ങളെങ്ങനെ ചർച്ച? ഞങ്ങളെങ്ങനെ പോകുന്നത്? രാവിലെ മഴയൊന്നുമില്ല, നടന്നങ്ങോട്ട് പോകും. അല്ലെങ്കിൽ പിന്നെ വല്ല ഓട്ടോ. എൻ്റെ ദൈവമേ, അങ്ങനെ നടന്നു അത്രയും ദൂരം. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ ബസ് കിട്ടും. അയ്യോ, നിങ്ങൾ കാര്യം ചെയ്താൽ മതി. താല്പര്യമാണെങ്കിൽ ഒരുങ്ങി വീടിൻ്റെ നട നിന്നാൽ മതി. ഞങ്ങളുടെ വണ്ടി വന്ന് നിങ്ങളെ കയറ്റി കൊണ്ടുപോയി.